നമസ്കാരം. വിദേശമണ്ണിലെ മുന്നണി പോരാളികൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഇന്ന് കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. മുൻനിര പോരാളികൾ എന്ന നിലയിൽ എല്ലാ ജനതകളും ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുകയും അവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നാം കേരളീയർ ഓർമ്മിക്കേണ്ട ഒരു വിഭാഗമുണ്ട്. കോവിഡുമായുള്ള യുദ്ധത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലോകമെങ്ങുമുള്ള മലയാളികളായ ആരോഗ്യ പ്രവർത്തകരാണ് അവർ. മലയാളി ആരോഗ്യ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ആഗോളതലത്തിൽ ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നത്? ലോകം മുഴുവനുമുള്ള മലയാളി ആരോഗ്യ പ്രവർത്തകർ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കോവിഡുമായുള്ള പോരാട്ടത്തിൽ അവർ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ എന്തെല്ലാം? ഇത്തരം വിഷയങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി ആരോഗ്യ പ്രവർത്തകരാണ് ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. UK-യിൽ നിന്നും ബിൻസി സാബു, കാനഡയിൽ നിന്നും ലിജേഷ് പുതുശ്ശേരി ജോസഫ്, ഓസ്ട്രേലിയയിൽ നിന്നും നീനു തോമസ്, ദുബായിൽ നിന്നും ഋഷിൻ തോമസ്, കുവൈറ്റിൽ നിന്നും ടിജോ ടോമി, അയർലൻഡിൽ നിന്നും അജീഷ് തോമസ്, ഇറ്റലിയിൽ നിന്നും ഷീല, സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോമോൻ സൈമൺ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇവരെല്ലാം തന്നെ നഴ്സിംഗ് മേഖലയിൽ നിന്നും ഉള്ളവരാണ്. ഇവരെ കൂടാതെ ആലുവ കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രിൻസിപ്പാൾ സിസ്റ്റർ പ്രഭ ഗ്രേസ് CMCയും ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ആദ്യം സിസ്റ്റർ പ്രഭ ഗ്രേസിലേക്ക്. ദീർഘകാലമായി നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സിസ്റ്റർ. ആഗോളതലത്തിൽ മലയാളി നഴ്സുമാർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും വളരെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ സിസ്റ്ററിനെ ചില കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ നഴ്സുമാർക്ക് ഇത്രയേറെ അവസരങ്ങൾ ആഗോളതലത്തിൽ ലഭിക്കുന്നത്? മലയാളി നഴ്സുമാരുടെ സ്വീകാര്യതയെക്കുറിച്ച് പറയുമ്പോൾ അത് ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞതാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് WHO-യിൽ നിന്ന് പോലും വലിയൊരു സ്വീകാര്യതയെക്കുറിച്ച് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മലയാളി നഴ്സസ് എത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ അവർ ഇത്രയും സ്വീകാര്യതയിലേക്ക് വന്നത് തന്നെ നമ്മൾ കൊടുത്ത ട്രെയിനിങ് ആണ്. നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിലുപരി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു രോഗി അത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. അപ്പോൾ ദൈവമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഓരോ രോഗിയിലും ക്രിസ്തു ഉണ്ട്. ആ വലിയൊരു ബോധ്യം ഈ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എവിടെ ചെന്നാലും ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുക. അത് അവരുടെ ജോലിക്കൊരു വലിയൊരു പുഷാണ്. കാരണം ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്പീഡും നമ്മളുടെ എഫിഷ്യൻസിയും ഒന്നും മറ്റ് രാജ്യങ്ങളിലെ നഴ്സുമാരെ വെച്ച് നോക്കുമ്പോൾ ഇല്ല. അത്രയും എഫിഷ്യൻ്റാണ് നമ്മുടെ കുട്ടികൾ. വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റാഫായിട്ട് മാറിക്കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരാൾ മാറ്റി നിർത്തുന്നില്ല. അത്രയും നോളജും അത്രയും സർവീസ് മൈൻഡഡ്നെസ്സും ഒക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരും മാറ്റപ്പെടുന്നില്ല. ഇന്ന് നമുക്കറിയാം, പത്രത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നല്ലോ, മലയാളി നഴ്സുമാരെ പൊക്കിക്കൊണ്ടുപോകാൻ പ്ലെയിൻ പോലും അറേഞ്ച് ചെയ്ത് വരാൻ തയ്യാറാണ് അവർ. എന്തുകൊണ്ടാണ്? അവർ എവിടെ ചെന്നാലും വെറും പണം മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്. തനിക്ക് ഏൽപ്പിക്കുന്ന ശുശ്രൂഷിക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ രോഗിയിലും തങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ശുശ്രൂഷ കൊടുക്കാനും അവരെ സൗഖ്യത്തിലേക്ക് നയിക്കാനും അവരെ ദൈവീക വിശ്വാസത്തിലേക്ക് നയിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും രോഗിയായി കഴിയുമ്പോൾ അവരിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവരിലേക്ക് ദൈവത്തെ കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും സ്വീകാര്യരായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ എഫിഷ്യൻസിയും ജോലി ചെയ്യാനുള്ള തൻ്റെ ഇടവും ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കാനുള്ള സന്മനസ്സും അർപ്പണബോധവും ഒരിക്കലും ടൈം വെച്ചല്ല അവർ ജോലി ചെയ്യുന്നത്. തനിക്ക് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരെ മുഴുവനും ശുശ്രൂഷിച്ചിട്ട് അവരെ ഏൽപ്പിച്ച ജോലി മുഴുവനും തീർത്തിട്ട് അവർ പോകുന്നുള്ളൂ. അല്ലാതെ വാച്ചിൽ നോക്കി ടൈം നോക്കിയിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. ആ വ്യക്തിക്ക് ആവശ്യമായതെല്ലാം കൊടുക്കാൻ ആ ഒരു വലിയ കൃപ ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുക കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും അനുയോജ്യമായൊരു ട്രെയിനിങ്, ഒരാളെയും പിന്തല്ലാതെ ഒരാളെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ആ സേവനത്തിൻ്റെയും
എഫിഷ്യൻസിയിലേക്ക് മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മാറ്റി നിർത്തപ്പെടുന്നില്ല നമ്മുടെ കുട്ടികൾ. അതിനുള്ള നല്ല എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികൾക്കുള്ളത് കൊണ്ട് ഇനിയും നമ്മുടെ കുട്ടികളെ ലോകം മുഴുവനിലേക്കും കൊണ്ടുപോകും. അവർ ലോകം മുഴുവനിലും ശുശ്രൂഷ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. ശരി സിസ്റ്റർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. മികച്ച പരിശീലനം ലഭിക്കുന്നു, ഒപ്പം അവരുടെ സേവന സന്നദ്ധത, വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനുള്ള ആത്മധൈര്യം, ഇവയെല്ലാം നമ്മുടെ നഴ്സുമാരുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ് സിസ്റ്റർ പറഞ്ഞത്. നമുക്കിപ്പോൾ ബിൻസിയിലേക്ക് പോകാം. UK-യിൽ നിന്നുമാണ് ബിൻസി സാബു നമ്മോടൊപ്പം ചേരുന്നത്. ബിൻസി, നിങ്ങൾ UK-യിൽ എവിടെയാണ്? എത്ര വർഷമായി നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ബിൻസി, കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ UK-യിൽ വെയിൽസിൽ കാർഡിഫിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 15 വർഷമായി ഇവിടെ വന്നിട്ട്. ഹസ്ബൻഡും മോനും ഞങ്ങൾ ഫാമിലി സഹിതമാണ്. 15 വർഷമായിട്ട് തന്നെ 15 വർഷത്തിന് മുകളിലായി ഹെൽത്ത് സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡും ഹെൽത്ത് സെക്ടറിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അന്യ രാജ്യക്കാരായിട്ടുള്ള ധാരാളം വ്യക്തികൾ UK-യിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസിൽ നിന്നും ചൈനയിൽ നിന്ന് പോലും അവിടെ ആളുകളെത്തി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നു. ബിൻസി ഇപ്പോഴുള്ളത് വെയിൽസിലാണെന്ന് പറഞ്ഞു. അവിടങ്ങളിൽ മലയാളി നഴ്സുമാർ ഏത് രീതിയിലാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. അത് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ മെയിനായിട്ടും ഹെൽത്ത് സെക്ടറിലുള്ളത്. അതിൻ്റെ ഒരു മെയിൻ പാർട്ട് വഹിക്കുന്നത് മലയാളികളാണ്. നേഴ്സുമാരും ഡോക്ടേഴ്സും മറ്റ് ടെക്നീഷ്യൻസും എല്ലാവരും അതിനകത്തുണ്ട്. ഇവർക്കും അത് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ഇവർ ചെയ്ത് തരാറുണ്ട്. അത് നാഷണൽ ഹെൽത്ത് സർവീസും നമ്മളുടെ ലൈൻ മാനേജേഴ്സും ഹെൽത്ത് ബോർഡും എല്ലാവരും നമ്മൾക്ക് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് എല്ലാവരും എവരി തേഴ്സ്ഡേയിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെല്ലാം പുറത്ത് വന്ന് നിന്ന് നമ്മൾക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സപ്പോർട്ട് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ, ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സ്ട്രീറ്റിൽ അവരെല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്തിരുന്ന് അവരെല്ലാവരും കൂടെ പുറത്ത് വന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അതൊക്കെ വലിയൊരു എൻകറേജ്മെൻറ്റ് ആണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് തരുന്നത്. തീർച്ചയായും ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും ആദരവും ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത്. ഇനി നമുക്ക് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ദുബായിൽ മെയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഋഷിൻ തോമസ് നമ്മോടൊപ്പമുണ്ട്. ഋഷിൻ, ദുബായിൽ എന്താണ് സാഹചര്യങ്ങൾ? ആരോഗ്യ പരിപാലന മേഖലയിലെ ഒരു മലയാളി സാന്നിധ്യം എത്രത്തോളമുണ്ട്? അതെ, മിഡിൽ ഈസ്റ്റിലെ തന്നെ ഒരു പ്രധാന നഗരമായ ദുബായിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇന്ന് അവരവരുടെ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾക്കുള്ളിൽ COVID-19 എന്നൊരു വൈറസിനെ പേടിച്ച് ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട് മുൻനിരയിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗമാണ് ലോകത്തിലെ എല്ലാ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. അതിൽ പ്രത്യേകിച്ച് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടവരാണ് നമ്മുടെ കേരളീയരായ മലയാളികളായിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യം. അതിന്ന് എല്ലാ ചാനലുകളിലും മീഡിയകളിലും എല്ലാം ഒത്തിരി പേര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ചുറ്റുപാടിലും UAE-യിലായാലും ദുബായിലായാലും എൻ്റെ കൂട്ടുകാരായിട്ടും എനിക്ക് ഒത്തിരി പേര് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരായിട്ടും അല്ലെങ്കിൽ നഴ്സുമാരായിട്ടുള്ളവരും അതുമല്ലെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ താഴെക്കിടയിലേക്ക് വരികയാണെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫിനെ പോലും നമുക്ക് ഏറെ മലയാളികളെ അവിടെയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദുബായിൽ എല്ലാ മേഖലയിലും തന്നെ, വിശേഷിച്ചും ആരോഗ്യ പരിപാലന രംഗത്ത്, ആശുപത്രികളിൽ എല്ലാ മേഖലയിലും തന്നെ മലയാളികളുടെ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കുന്നു. വലിയ രീതിയിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിലാണ് മലയാളികൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഋഷിൻ പറയുന്നത്. കോവിഡ് വലിയ ആഘാതം വിതച്ച ഇറ്റലിയിൽ നിന്നും ശ്രീമതി ഷീല നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷീല മാഡം, ഇറ്റലിയിൽ എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? എത്ര വർഷമായി അവിടെ എത്തിയിട്ട്? 91 ഞാനിവിടെ വന്നു. ഫാമിലി ആയിട്ട് ഇവിടെ ഫ്ലോറൻസിൽ താമസിക്കുകയാണ്. 2 കുട്ടികൾ, മോൻ പഠിക്കുന്നു, മോള് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. 27 വർഷമായിട്ട് ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നഴ്സിംഗ് കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. ഫ്ലോറൻസിൽ ഏത് രീതിയിലാണ് നമ്മുടെ മലയാളികളുടെ ഒരു സേവനത്തെ ഫ്ലോറൻസിലുള്ളവർ അല്ലെങ്കിൽ ഇറ്റാലിയൻ ജനത സ്വീകരിക്കുന്നത്? ഇവിടെ പൊതുവെ ഇന്ത്യൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാ തുറകളിലും.
പ്രത്യേകിച്ച് ഹെൽത്ത് ഫീൽഡിൽ ഇവരുടെ അഭിപ്രായത്തിൽ നമ്മൾ വളരെ ശാന്തശീലരും സത്യസന്ധരും ഹാർഡ് വർക്കിങ്ങും ഒക്കെയാണ്. എക്കണോമിക് ക്രൈസിസ് മൂലം ഇപ്പം ജോലി സാധ്യതകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ പലരും ടെസ്റ്റ് പാസ്സായിട്ടും ജോലി ഇല്ലാതെ ഇരിക്കുന്നുമുണ്ട്. അതല്ലാതെ മലയാളികൾ ഇവിടെ വരുന്നതിൽ ഇവർക്ക് എതിർപ്പൊന്നുമില്ല, ഇഷ്ടമാണ്. ഇനി ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിവരങ്ങൾ നീനു തോമസ് പറയും. എത്ര വർഷമായി നീനു മാഡം ഓസ്ട്രേലിയയിൽ എത്തിയിട്ട്? അവിടെ മലയാളി നഴ്സുമാരുടെ ഒരു സാന്നിധ്യം എത്രത്തോളമുണ്ട്? എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയൻ ഹെൽത്ത് സെക്ടറിൽ മലയാളി നേഴ്സുമാരുടെ സാന്നിധ്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മളൊരു 20 നേഴ്സുമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഉറപ്പായിട്ടും മലയാളിയായിരിക്കും. കാരണം മലയാളികൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ ഒത്തിരി സിൻസിയറാണ്, വളരെ അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മാനേജ്മെൻറ്റിനാണെങ്കിൽ തന്നെ മലയാളി നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ജനതയ്ക്ക് നമ്മളോട് വളരെ സ്നേഹമാണ്. കാരണം നമ്മൾ ജോലി, കുഞ്ഞുങ്ങൾ, കുടുംബം ഇതെല്ലാം നമ്മൾ നന്നായി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളോട് അതിൻ്റേതായ ബഹുമാനമുണ്ട്. ഞാനിപ്പോൾ 20 വർഷമായി ഓസ്ട്രേലിയയിൽ 12 വർഷമായി ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട്. ഈ 12 വർഷത്തിൽ പോലും എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് ഒരു മോശമായ അനുഭവം ഓസ്ട്രേലിയൻ ജനതയിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു മലയാളി ആയതുകൊണ്ട് എന്നെ ആരും ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. ഇതുതന്നെ ആയിരിക്കണം ഓരോ മലയാളി നേഴ്സുമാരുടെ അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും കൂടുതൽ പേർക്കും പറയാനുള്ള അനുഭവം. ഇനി ടിജോയിലേക്ക് നമുക്ക് പോകാം. ടിജോ കുവൈറ്റിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. കുവൈറ്റിൽ നഴ്സിംഗ് മേഖലയിൽ അല്ലാതെ തന്നെ എല്ലാ മേഖലയിലും തന്നെ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും ടിജോയുടെ ഒരു കാഴ്ചപ്പാടിൽ കുവൈറ്റിലുള്ള മലയാളികളുടെ ഒരു സാന്നിധ്യം എത്രമാത്രമുണ്ട്? അതിൽ തന്നെ നഴ്സിംഗ് മേഖലയിൽ എത്രത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ട്? കുവൈറ്റിലെ മലയാളികളോടുള്ള കുവൈറ്റിലെ ജനതയുടെ ഒരു സമീപനം എന്തൊക്കെയാണ്? എൻ്റെ പേര് ടിജോ. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ നേഴ്സുമാരുടെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന നേഴ്സുമാർ, പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷത്തിന് മുകളിലായി. അത് ഹോസ്പിറ്റലിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ആംബുലൻസിലായിക്കോട്ടെ, എയർപോർട്ടിലായിക്കോട്ടെ, ഇൻഡസ്ട്രി, ഓയിൽ ഫീൽഡിൽ എവിടെയാണേലും മലയാളികൾ എന്ന് പറയുന്നത് അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഞങ്ങളുടെ സീനിയറായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ ഇൻചാർജസായിട്ട് നിൽക്കുന്ന പല ആൾക്കാരെയും ഇവിടുത്തെ നേഴ്സുമാരുടെ അവരുടെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ചതെല്ലാം നമ്മളുടെ സീനിയറായിട്ട് വന്ന, അത് ഒത്തിരി സീനിയറായിട്ട് വന്ന നമ്മുടെ മലയാളികൾ നേഴ്സുമാർ തന്നെയാണ്. അപ്പോൾ അവരെപ്പോഴും ഇത് പറയുമ്പോഴും അന്ന് ഞങ്ങൾക്ക് അവരിത് പറഞ്ഞു തന്നു, ഞങ്ങളെ ഓരോരുത്തർ പഠിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒത്തിരി അഭിമാനമുള്ള കാര്യമാണ്. കുവൈറ്റിലെ ജനതയ്ക്ക് നഴ്സുമാരോട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷന് നല്ലൊരു റെസ്പെക്റ്റ് അവർ കൊടുക്കാറുണ്ട്. പിന്നെ അതെനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ നല്ല സ്കിൽസ് ആൻഡ് നോളജ് ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ നല്ല ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനും ഏത് സാഹചര്യത്തോട് നമ്മൾ ഇണങ്ങി ചേരും. നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒത്തിരിയേറെ ജീവിത മൂല്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കണം നമ്മൾ ഒത്തിരിയേറെ നമ്മളെ ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് വളരെ പലരും അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കേരള ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്കറിയാം കേരള ഒരു നേഴ്സുമാരുടെ ഒരു ഫാക്ടറിയാണ്. നല്ല ഹൈ ക്വാളിറ്റി നേഴ്സുമാർ, ഹൈ ക്വാളിഫൈഡ് നേഴ്സുമാരൊക്കെയാണ് അവിടുന്ന് പുറത്തു വരുന്നതെന്നൊക്കെ. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച നഴ്സുമാരാണ് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നുള്ള ഒരു കുവൈറ്റിലെ ജനതയുടെ ഒരു പ്രതികരണമാണ് നമ്മുടെ ടിജോ പങ്കുവച്ചത്. ഇനി സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോമോൻ സൈമൺ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹവും ദീർഘകാലമായി അവിടെ ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുകയാണ്. ശ്രീ ജോമോൻ, എന്തൊക്കെയാണ് സ്വിറ്റ്സർലൻഡിലെ ഒരു സാഹചര്യങ്ങൾ? പേര് ജോമോൻ, കോട്ടയം ജില്ലയിലെ കിടങ്ങൂരാണ് സ്വദേശം. കഴിഞ്ഞ 24 വർഷമായിട്ട് സ്വിറ്റ്സർലൻഡിലെ സ്യൂറിഹിൽ ജോലി ചെയ്യുന്നു. കുടുംബസമേതമായിട്ട് താമസിക്കുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് നേഴ്സിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ കോവിഡ് പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ വളരെ സജീവമായിട്ട് രംഗത്തുള്ള ആളാണ്. ഇവിടുത്തെ മലയാളി സമൂഹത്തിലുള്ളവര് 95% നേഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. വനിതാ നേഴ്സുമാരെല്ലാവരും തന്നെ ഇന്ത്യയിൽ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഇവിടെ അവരുടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ മേഖലയിലെ അവരുടെ നൈപുണ്യം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശംസ എപ്പോഴും പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നതാണ്.
മെയിൽ നേഴ്സുമാരിൽ ഭൂരിഭാഗവും ഇവിടെ വന്ന് ജർമ്മൻ ഭാഷയിൽ നേഴ്സിംഗ് പഠിച്ചവരാണ്. അവരിൽ ചിലരൊക്കെ നേഴ്സിംഗ് മാനേജ്മെന്റ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞവരാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റുന്നത് അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും വളരെ ഭംഗിയായി ഇവിടുത്തെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുമാണ്. മലയാളി ഡോക്ടർമാർ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കുറവാണ്. അടുത്തതായി നമുക്ക് ലിജേഷിലേക്ക് ചെല്ലാം. ലിജേഷ് കാനഡയിൽ നിന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം US-ഉം UK-യും കഴിഞ്ഞാൽ കൂടുതൽ പേരും പ്രിഫർ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കാനഡ. ലിജേഷ് കാനഡയിലാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നത്. കാനഡയിൽ നമ്മുടെ നഴ്സുമാർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയും അവിടുത്തെ ഒരു സാഹചര്യങ്ങളും എന്തെല്ലാമാണ്? ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 50-60 കൊല്ലമായി. ഈ മൈഗ്രൻസിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരിൽ മെജോറിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നത് ആതുര ശുശ്രൂഷ മേഖലയിലാണ്. കാനഡയുടെ ഏകദേശം എല്ലാ പ്രൊവിൻസുകളിലും മലയാളികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്നത് ഒൻറ്റാരിയോയിലും BCയിലും ആൽബർട്ടയിലുമാണ്. ഇവിടെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ 12 മണിക്കൂറിൻ്റെ ലോങ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 4-5 ഷിഫ്റ്റ് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. ഇവർക്ക് ഒരു ഷിഫ്റ്റിൽ ഒറ്റൊരു സർജിക്കൽ മാസ്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഒരു മാസ്ക് കൊണ്ടാണ് അവർ അവരുടെ എൻറ്റയർ ഷിഫ്റ്റ് തീർക്കുന്നത്. അതുപോലെ തന്നെ കുറേ പേരെങ്കിലും ജോലിക്ക് ശേഷം താമസിക്കുന്നത് ഹോട്ടലുകളിലാണ് അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചില നഴ്സുമാർക്ക് ഹോട്ടലിൽ താമസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവർ വീടുകളിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ സെൽഫ് ഐസൊലേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രഗിൾസ് ആണ് ഇവിടുത്തെ നഴ്സുമാർ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കനേഡിയൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഫോഴ്സും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ഇവിടുത്തെ നഴ്സുമാർക്ക് അവരുടെ പേയിൽ പാൻഡമിക് പേ എന്ന ഒരു പേ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ സാലറിയെ ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്യാസ് സ്റ്റേഷനുകളിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ നഴ്സുമാർക്ക് ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അയർലൻഡിൽ നിന്നും അജീഷ് തോമസ് നമ്മോടൊപ്പമുണ്ട്. അയർലൻഡിലെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഐറിഷ് ജനതയ്ക്ക് മലയാളി ആരോഗ്യ പ്രവർത്തകരോടുള്ള ഒരു സമീപനവും മനോഭാവവും ഒക്കെ എന്തെല്ലാമാണ്? മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ അയർലൻഡിനെയും കൊറോണ വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ജനജീവിതത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജ്യം ഇപ്പോൾ പൂർണ്ണമായും ഒരു ലോക്ക്ഡൗണിലാണ്. ആദ്യത്തെ കൊറോണ കേസ് ഇവിടെ സ്ഥിരീകരിക്കുന്നത് ഫെബ്രുവരി 29-ാം തീയതിയാണ്. ഇറ്റലിയിൽ നിന്നും ഇങ്ങോട്ട് സഞ്ചരിച്ച ഒരു യുവതിക്കാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം കേസുകളുടെ എണ്ണം കൂടുകയും പതിയെ പതിയെ ഇവിടുത്തെ സർക്കാരിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ജനങ്ങളിലേക്ക് ഏർപ്പെടുത്തേണ്ടി വരികയും ചെയ്തു. ഇവിടുത്തെ സ്കൂളുകൾ പൂട്ടുകയും പബ്ബുകൾ പൂട്ടുകയും പിന്നീട് കുറച്ച് നാളിന് ശേഷം രാജ്യം പൂർണ്ണമായ ലോക്ക്ഡൗണിലേക്ക് മാറുകയുമാണ് ചെയ്തത്. ഇപ്പോഴേതാണ്ട് 1 മാസത്തിന് മുകളിൽ പിന്നിടുമ്പോൾ ഇവിടുത്തെ കേസുകളുടെ എണ്ണം, സ്ഥിരീകരിക്കപ്പെട്ട കേസുകളുടെ എണ്ണം 20,000-ന് മുകളിലാണ്. അതുപോലെ തന്നെ 1,200-ന് മുകളിൽ ആളുകൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെയും കൊറോണ കേസിൻ്റെ കാര്യത്തിൽ ഒരു ശമനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോഴും അതിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവിടുത്തെ സർക്കാരുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളോട് സാമൂഹിക അകലം പാലിക്കാനും മാസ്ക് ധരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഒരു പരിധിവരെ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടി കൊറോണയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് സർക്കാർ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ശരി അജീഷ്, വീണ്ടും നമുക്ക് സിസ്റ്റർ പ്രഭ ഗ്രേസിലേക്ക് പോകാം. തങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചാണ് ഇവരെല്ലാം പറഞ്ഞത്. ഇതിന് പ്രധാന കാരണമായി നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ലഭിച്ച മികച്ച പരിശീലനമാണ്. ഇവിടെ നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയുണ്ട്. ആദ്യകാലങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മികച്ച നഴ്സിംഗ് പരിശീലനവും നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ലോകം മുഴുവനും വേണ്ടി മികച്ച ആരോഗ്യ പ്രവർത്തകരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തെ വളർത്തിയതിൽ ക്രൈസ്തവ സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും ഒരു പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് സിസ്റ്റർ കണക്കാക്കുന്നത്? ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവന എന്ന് പറയുമ്പോൾ അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും എന്ന് മാത്രമല്ല ക്രൈസ്തവമായ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ആരോഗ്യരംഗത്ത്
വളരെയധികം ശുശ്രൂഷ നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ നൽകിയിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ അവരാണ് ആരോഗ്യ രംഗത്തുള്ള ശുശ്രൂഷകൾക്ക് അടിസ്ഥാനമിട്ടത് എന്ന് വേണം പറയാനായിട്ട്. ഒരു ആശുപത്രി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവർ കൊണ്ടുവന്ന ആ സേവന പാരമ്പര്യം നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു അനാഥശാലയും ഉപവിശാലയും ഒക്കെ സ്ഥാപിച്ചത് ഏറ്റവും ആദ്യം വിശുദ്ധനായ ചാവറപ്പിതാവാണ്. 1846 ഉപവിശാല ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഞങ്ങളുടെ സഭാസ്ഥാപകനായ ഈ ചാവറയച്ചനിൽ നിന്നും കൈക്കൊണ്ട ചൈതന്യം അന്ന് മുതൽ ഇന്ന് വരെയും തുടർന്നു കൊണ്ടുപോരുവാൻ കേരള കർമ്മലീത്ത സന്യാസിനികളും പ്രയത്നിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് ഇന്ന് കർമ്മലീത്ത സന്യാസികൾ നടത്തുന്ന ആശുപത്രികളും ഡിസ്പെൻസറികളും. ഇതുവഴി കേരളത്തെ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിൻ്റെ പരിരക്ഷയിൽ വളരെയധികം ശ്രദ്ധ കിട്ടുവാനും അവരത് പ്രാക്ടീസ് ചെയ്യാനും കാരണമായിട്ടുണ്ട്. എറണാകുളം ലിസി ഹോസ്പിറ്റല്, തൃശ്ശൂർ ജൂബിലി മിഷൻ, ലൂർദ് ഹോസ്പിറ്റൽ തുടങ്ങിയ വലിയ വലിയ സഭയുടെ ആശുപത്രികൾ, സന്യാസ സമൂഹങ്ങളുടെ ആശുപത്രികൾ ഇന്ന് കേരളത്തിന് നൽകിയിരിക്കുന്ന സംഭാവന, ലോകത്തിന് തന്നെയും നൽകിയിരിക്കുന്ന സംഭാവന അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. കാരണം നമ്മുടെ ഈ വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ച നഴ്സസ് ലോകം മുഴുവനിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഈ ട്രെയിനിങ്ങും അവർ സ്വന്തമാക്കിയെടുത്ത ഒരു ജീവിതശൈലിയും അതൊക്കെയാണ് ഇന്ന് ലോകം മുഴുവനിലും കേരളത്തിൻ്റെ ആ പെരുമ അല്ലെങ്കിൽ മഹത്വം വർദ്ധിപ്പിച്ചെടുത്തത്. മാത്രമല്ല ഇവരൊക്കെ വിദേശത്ത് പോയതുകൊണ്ടാണ് ഇന്ന് കേരളവും സാമ്പത്തികമായി ഉയർന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓരോ കുടുംബത്തിലുമുണ്ട് ഒരു നഴ്സ് അല്ലെങ്കിൽ 2 പേര്. അവരൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച് വലിയ ബോധ്യങ്ങളും ആഴപ്പെട്ട ക്രിസ്തു അനുഭവവും സ്വന്തമാക്കിയിട്ടാണ് ഈ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അവർ പുറത്തു പോവുക. അത് തന്നെ അവരെവിടെ പോയാലും ജീവിതത്തിലെ ഏത് ദുഃഖത്തിൻ്റെ വേദനയുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമാണ്, കോവിഡ് വളരെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അവിടെയൊക്കെ മിഷണറി ചൈതന്യത്തോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ അവരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും പറയുമായിരുന്നു, ലിസി ഹോസ്പിറ്റലിൽ കോവിഡ് വാർഡ് തുടങ്ങിയപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല. പക്ഷേ ജാസ്ന എന്ന ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റുഡൻറ്റ്, ഇവിടെ പഠിച്ച കുട്ടിയാണ്, അവൾ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഞാൻ അവിടെ വർക്ക് ചെയ്തോളാം, അവരെ ഒരിക്കലും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല, അവർക്ക് വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് മുന്നിട്ടിറങ്ങിയെന്ന് ഞങ്ങൾ ഓരോരുത്തരും കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഓർക്കണം, ഈ കാർമലിൽ പഠിച്ച് പിള്ളേർ പുറത്തു പോകുമ്പോൾ കാണുന്ന സഹജീവികളിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനും അവർക്കും സേവനവും സന്തോഷവും ഒക്കെ പകർന്നു കൊടുക്കാനും അവർക്ക് പ്രചോദനമാകുന്നുണ്ട്. ഇത് തന്നെയാണ് ക്രൈസ്തവ മിഷണറിമാരും ഈ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ് സിസ്റ്റർ പറഞ്ഞത്. മെഡിക്കൽ പ്രൊഫഷൻ്റെ ത്യാഗമനോഭാവവും സേവന സന്നദ്ധതയുമെല്ലാം വളരെ അധികമുള്ളവരാണ് കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ. അത് അവരുടെ പരിശീലനങ്ങളിലൂടെ അവർക്ക് ലഭിച്ച ഒരു അധികമായിട്ടുള്ള ഒരു മൂല്യം കൂടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സിസ്റ്റർ പറഞ്ഞത് വളരെ വ്യക്തവും കൃത്യവുമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ആരോഗ്യ അടിയന്തര ഘട്ടത്തിൽ വളരെ ത്യാഗപൂർവമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളി നഴ്സുമാർ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വലിയ കഷ്ടതകളിലൂടെ അല്ലെങ്കിൽ വലിയ ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ വലിയ സാഹസികമായ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അനുഭവങ്ങളുടെ ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. ആദ്യം മലയാളി പ്രവാസി എന്ന് പറയുമ്പോൾ ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് വരുന്നത് ദുബായിൽ നിന്നുള്ള ഒരു ബന്ധുവാണ്, അല്ലെങ്കിൽ ദുബായുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രവാസി ജീവിതങ്ങളുടെ സങ്കല്പങ്ങളും നമ്മുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് റിഷിൻ തോമസിലേക്ക് പോകാം. റിഷിൻ, ദുബായിൽ
നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകർ എത്രത്തോളം ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഋഷിന് പറയാനുള്ള കാര്യങ്ങൾ? ഇന്ന് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചത്. ഓരോ ആരോഗ്യ പ്രവർത്തകനും തൻ്റെ പേഴ്സണൽ ലൈഫിൽ മാറ്റിവെക്കുന്ന ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളുമുണ്ട്. അവൻ്റെ ഒരു ത്യാഗത്തിൻ്റെ വിലയാണ് ഇന്ന് ഒരുപാട് രോഗികൾ രോഗവിമുക്തരായി ഓരോ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വരുന്നത്. ഓരോ മലയാളിയും പ്രത്യേകിച്ച് കടൽ കടന്ന് ഇന്ന് അന്യരാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നത് അവൻ്റെ ഒരു സ്വപ്ന സാഫല്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു പക്ഷേ മഴ ചോരാത്തൊരു വീട് പണിത് തീർക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ള ലോണുകൾ അടച്ചു തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷം ഇന്ന് എല്ലാവരും ഒരുമിച്ച്, നഴ്സുമാരായാലും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരായാലും ഇന്ന് ഒരുമിച്ച് നിന്ന് ഈ COVID-19 പൊരുതുന്നത് കാണുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒത്തിരി പേര് പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഐസൊലേഷൻ വാർഡുകളിലും അല്ലെങ്കിൽ ICUകളിലും 10-12 മണിക്കൂറുകൾ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഗർഭിണികളായിട്ടുള്ള ഭാര്യമാരെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ജോലിക്ക് വരുന്ന നഴ്സുമാർ, അതുപോലെ ഒരു വ്യക്തിയാണ് ഞാനും. നമ്മളെല്ലാം തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ ഒരുപാട് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമുക്ക് വീട്ടിലുള്ളവരുമായിട്ടൊന്ന് സംസാരിക്കാനോ അവരുമായിട്ടൊന്ന് ഇടപഴകാനോ സാധിക്കുന്നത്. അതെല്ലാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളാണ്. അതെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുമയോടെ ചേർന്ന് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു COVID-19 പൊരുതുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഹോസ്പിറ്റലിലും മറ്റു ഹോസ്പിറ്റലുകളിലും ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാം ഒരു പക്ഷേ നേരിട്ട് ഇത്തരത്തിലുള്ള കോവിഡ് പേഷ്യൻസുമായിട്ട് സമ്പർക്കത്തിൽ വരികയോ അല്ലെങ്കിൽ അവരെ പരിചരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ ഇല്ല. എങ്കിൽ പോലും അവരും ഒരു റിസ്കി ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ എല്ലാവരും നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ കാണേണ്ട ഒരു നിമിഷമാണിത്. ഒരു രാജ്യത്തെ കാക്കുന്ന ജവാനെ പോലെയും അല്ലെങ്കിൽ നല്ലൊരു കളിക്കാരനെ തേടിയെത്തുന്ന ആദരവുകൾ പോലെയും എന്നും ഏറെ ആദരവോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ കാണേണ്ട ഒരു വിഭാഗമാണ് ഇന്ന് മലയാളക്കരയിലെ അല്ലെങ്കിൽ കേരളക്കരയിലെ എല്ലാ ആരോഗ്യ മേഖലാ പ്രവർത്തകരും. അവരെന്നും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, എന്നും ഓർക്കണം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ കൊറോണ എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകട്ടെ എന്ന് ഞാനും ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഋഷിൻ, നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട്. കേരളം മുഴുവൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ഋഷിൻ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ രാജ്യം കാക്കുന്ന ജവാന്മാരെ, അവരെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കാവലാളായി നമ്മൾ കാണുന്നവരൊക്കെ വലിയ ബഹുമാനത്തോടെ നമ്മൾ കാണാറുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ രാജ്യത്തിൻ്റെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കായിക താരങ്ങളോടുള്ള നമ്മുടെ വലിയ അഭിനിവേശവും ആരാധനയും ഒക്കെ പലപ്പോഴും നമ്മൾ വളരെ ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ താരങ്ങളോടുള്ള ഒരു ആരാധന പോലെ ഇന്ന് നമ്മുടെ ഹീറോസായി കാണുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കൂടുതലായി ഇനിയും സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത് സമാനമായൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി UK നിന്നുള്ള ബിൻസിയുടെ വിവരങ്ങളിലേക്ക് പോകാം. ബിൻസി സാബു, അവിടെ വെയിൽസിൽ ഉള്ള ഒരു ജോലി സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലൂടെയാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു വിവരങ്ങൾ? എങ്ങനെയാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഇതുവരെ കേൾക്കാത്തതും നമ്മൾ ഇതുവരെ അറിയാത്തതുമായ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു. പെട്ടെന്ന് അതിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഏകദേശം 200 കൂടുതൽ മലയാളികൾ ഇവിടെ ഫാമിലീസ് താമസിക്കുന്നുണ്ട്. അതിനകത്തെ മജോറിറ്റി ആൾക്കാരും ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ സ്റ്റാഫാണ് എല്ലാവരും തന്നെ. അപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഷോക്ക്, ഒരു ഇതായിരുന്നു. പക്ഷേ എല്ലാവരും ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട്, ഫാമിലിയും അതുപോലെ തന്നെ ഹൈ റിസ്കിലാണ്. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഇതിനെ, ഈ വൈറസ്, കൊറോണ വൈറസുമായിട്ടുള്ള ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു വാറിൽ തന്നെ ഇറങ്ങി എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് പേരെ നമ്മൾക്ക് അതിൽ നഷ്ടപ്പെട്ടു.
നമ്മളുടെ ജോലിക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റാഫുകൾക്കൊക്കെ അസുഖം വന്നിരുന്നു. അവരെല്ലാവരും സ്ലോലി റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേരൊക്കെ ജോലിയിലേക്ക് തിരിച്ചെത്തി. അതിന് നമ്മളുടെ എല്ലാ സപ്പോർട്ടുകളും എല്ലാവരിൽ നിന്നും ഉണ്ട്. മലയാളി അസോസിയേഷൻസും നമ്മളുടെ മാനേജ്മെൻറ്റും സ്റ്റാഫും ഫ്രണ്ട്സും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആർക്ക് എന്താവശ്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അതുപോലെ ഫാമിലിയിലെല്ലാവരും ഇതിനു വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മലയാളികൾ എങ്ങനെയായാലും വി ഷാൽ ഓവർകം ദീസ്. തീർച്ചയായും ബെൻസി പറഞ്ഞതുപോലെ ഇതിനെയും നമ്മൾ മറികടക്കും. കേരളം മുഴുവൻ്റെയും പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളോടൊപ്പമുണ്ട്. കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരോടൊപ്പം കേരള ജനത നിൽക്കുന്നത് പോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള എല്ലാ മലയാളികളോടും ഒപ്പം കേരളത്തിലെ മുഴുവൻ ആളുകളുമുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അവിടെയും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് സ്വിറ്റ്സർലൻഡിലെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വിറ്റ്സർലൻഡിൽ എത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ടാണ് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സേവനം ചെയ്യുന്നത്? ശ്രീ ജോമോൻ സൈമൺ, താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവരെയും ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ആശുപത്രികൾ എല്ലാം തന്നെ കോവിഡ് വാർഡുകൾ ആക്കിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ വൃദ്ധസദനങ്ങളോട് തയ്യാറായിരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് സിംറ്റംസ് ഉള്ളവർ അവരുടെ കുടുംബ ഡോക്ടറുമായി ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തുകയും അവർ നിർദ്ദേശിക്കുന്ന സമയത്ത് ടെസ്റ്റിനായി അവരുടെ ക്ലിനിക്കിൽ പോവുകയുമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോവിഡ് എമർജൻസി ടീം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ടെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. 1 മുതൽ 2 ദിവസം വരെ ഉള്ള സമയത്തിൽ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ലഭ്യമാകുന്നതാണ്. എന്നാൽ പോസിറ്റീവ് ആയവർക്ക് ശ്വാസകോശ, വൃക്ക, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം സൂക്ഷിക്കുകയും അവർക്ക് അസ്വസ്ഥതകൾ വരികയാണെങ്കിൽ 144 ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് മാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, കോവിഡ് ചികിത്സ പ്രായഭേദമന്യേ ഇവിടെ ലഭ്യമാണ്. ഒരു പൗരന് പോലും അപകടം സംഭവിക്കാതിരിക്കുവാനാണ് ഭരണകൂടം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നീനു തോമസിന് നൽകാനുള്ളത്? അവിടെ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരോട് ഉള്ള ഒരു സ്നേഹപ്രകടനങ്ങൾ, ഒരു നന്ദിയുടെ ഒക്കെ ഒരു പ്രകടനങ്ങൾ നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എത്രത്തോളം ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് അവിടെയുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നത്? ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലുകളിൽ, അതായത് പബ്ലിക് ഹോസ്പിറ്റലൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും വ്യത്യാസമില്ലാതെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലിലെല്ലാം തന്നെ കോവിഡ് പേഷ്യൻസിനെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലുകളിലും മലയാളി നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇത്രയും വലിയൊരു അത്യാഹിതം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഓരോ നേഴ്സുമാരും എടുക്കുന്ന പ്രതിജ്ഞ, പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മളെടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും ജോലി ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് പേടിയില്ല എന്നല്ല നമ്മൾ പറയുന്നത്, വളരെ പേടിയുണ്ട്, ഭയമുണ്ട്, എന്താ പറയുക, നമ്മൾ കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്. പക്ഷേ നമുക്ക് അതൊന്നും നമ്മളെ ഈ ജോലി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ഒരിക്കലും ഇതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ അർപ്പണ മനോഭാവത്തോടെ തന്നെ എല്ലായ്പ്പോഴത്തെയും പോലെ നമ്മൾ ധൈര്യമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ചെയ്തത് രാജ്യത്തെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളും അതേ വിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇവിടുത്തെ മലയാളികളുടെ സേവനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഒരു കൊച്ചു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. മലയാളികൾ വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആർക്കും എന്ത് ആവശ്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളി അസോസിയേഷൻസ് ഉണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നമുക്ക് ആവശ്യമുള്ള സഹായം അവർ നമുക്ക് എത്തിക്കും. അതുപോലെ തന്നെ പള്ളികളിൽ നിന്നും നമുക്ക് പള്ളികളുടേതായ ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് സഹായം ആവശ്യമുണ്ടോ, ജാതിമത ഭേദമന്യേ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ മലയാളി അസോസിയേഷൻസും പള്ളികളും എല്ലാം നമുക്ക് നന്നായി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് ജോലിക്ക് പോകുന്നു. കാരണം ഈ ജോലി മൂലം ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെ
ആരെങ്കിലും നോക്കും എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ സപ്പോർട്ടാണ് ഇപ്പം നമുക്ക് മലയാളികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മലയാളി അസോസിയേഷൻ നമുക്ക് അത്രയും മാനസിക പിന്തുണ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായും കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിൽ തനിച്ചാക്കിയും കുടുംബത്തെ കാണാതെ വീട്ടിൽ നിന്ന് മാറി നിന്നുമൊക്കെ വളരെ ത്യാഗപൂർവം ആണ് ജോലി ചെയ്യുന്നത് നമ്മുടെ മലയാളി നഴ്സുമാർ വിദേശ രാജ്യങ്ങളിൽ. അവർക്ക് നല്ല പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി കാനഡയിൽ ആരോഗ്യ പ്രവർത്തകർ എത്രത്തോളം ഒരു സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ലിജേഷിന് പറയാൻ സാധിക്കും. ലിജേഷ് പറയും. ഇവിടെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ 12 മണിക്കൂറിന്റെ ലോങ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 4-5 ഷിഫ്റ്റ് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. ഇവർക്ക് ഒരു ഷിഫ്റ്റിൽ ഒറ്റൊരു സർജിക്കൽ മാസ്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഒരു മാസ്ക് കൊണ്ടാണ് അവർ അവരുടെ എൻറ്റയർ ഷിഫ്റ്റ് തീർക്കുന്നത്. അതുപോലെ തന്നെ കുറേ പേരെങ്കിലും ജോലിക്ക് ശേഷം താമസിക്കുന്നത് ഹോട്ടലുകളിലാണ് അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചില നഴ്സുമാർക്ക് ഹോട്ടലിൽ താമസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അവർ വീടുകളിൽ വന്ന് താമസിക്കുന്നുണ്ടേ പോലും അവർ സെൽഫ് ഐസൊലേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ട്രഗിൾസ് ആണ് ഇവിടുത്തെ നഴ്സുമാർ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കനേഡിയൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഫോഴ്സും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ഇവിടുത്തെ നഴ്സുമാർക്ക് അവരുടെ പേയിൽ പാൻഡമിക് പേ എന്ന ഒരു പേ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ സാലറിയെ ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്യാസ് സ്റ്റേഷനുകളിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ നഴ്സുമാർക്ക് ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഗവൺമെൻറ് തലത്തിൽ പോലും നഴ്സുമാരുടെ സേവനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് വളരെ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ലിജേഷ് നമുക്ക് നൽകിയത്. ഇനി നമുക്ക് കുവൈറ്റിലെ സാഹചര്യങ്ങൾ. ടിജോ പറയൂ, കുവൈറ്റിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവിടുത്തെ നഴ്സുമാർ കടന്നു പോകുന്നത്? ഈ കൊറോണ കാലത്ത് ഇവിടെ നേരിടുന്നതിൽ ഫ്രണ്ട് ലൈനായിട്ട് നിൽക്കുന്ന അത് നഴ്സുമാരുണ്ടല്ലോ, ആ നഴ്സുമാരിൽ എനിക്കൊന്ന് ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ്. അത് ഒത്തിരി സന്തോഷത്തോടെയാണ് പല ആൾക്കാരും ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല ചങ്കൂറ്റത്തോടെയാണ് പല ആൾക്കാരും ഡ്യൂട്ടി ചെയ്യുന്നത്. ഒരു നല്ലൊരു ടീം വർക്കിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വലിയൊരു ഭാരമുള്ള പല ജോലികളും വളരെ ലഘുവായിട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചങ്കൂറ്റം പല ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഹോസ്പിറ്റലിലായിക്കോട്ടെ, ICUലായിക്കോട്ടെ, അതുപോലെ ക്ലിനിക്കുകളിൽ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ, ക്യാമ്പുകളിൽ, എയർപോർട്ട്, ഇവിടെ എല്ലാം നമ്മൾ കൊറോണ കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മളാണ് ഹീറോസ്. കാരണം നമ്മുടെ ഈ ഒരു സേവനം കിട്ടാത്ത ഒരു രോഗി പോലും ഇവിടെ ഇതില്ലാതെ കടന്നു പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരായിക്കോട്ടെ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ആൾക്കാർ, പല ടെക്നീഷ്യന്മാർ, ഇവരെല്ലാം തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു സേവന സന്നദ്ധതയും നമ്മുടെ ചങ്കൂറ്റം. അതിൽ നമ്മൾ ഒത്തിരി അഭിമാനം കൊള്ളുന്നു. നമ്മൾ ആയിരിക്കുന്നത് നമ്മളെ ഫോം ചെയ്ത് വിട്ടേക്കണ നമ്മുടെ ഫോറിനേഴ്സാണ് ഇതിൻ്റെ വലിയൊരു നന്ദി പറയേണ്ടത്. തീർച്ചയായും ലോകം മുഴുവനുമുള്ള മലയാളി ആരോഗ്യ പ്രവർത്തകരുടെ മുൻനിര പോരാട്ടത്തിൽ ഓരോ കേരളീയനും അഭിമാനിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഇറ്റലിയിൽ വലിയ സമ്മർദ്ദത്തോടെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഇത്. നമുക്കറിയാം, ഒരുപാട് മരണങ്ങൾ നടന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഫ്ലോറൻസിലെ മലയാളി നഴ്സുമാരുടെ കോവിഡ് പോരാട്ടത്തിലുള്ള ഒരു പങ്കാളിത്തം എപ്രകാരമായിരുന്നു? അത് ശ്രീമതി ഷീല മാഡത്തിന് പറയാൻ സാധിക്കും അതിനെക്കുറിച്ച്? ഇവിടെ ഫ്ലോറൻസിൽ എൻ്റെ അറിവിൽ ഒരു 50ഓളം പേര് ഹെൽത്ത് ഫീൽഡിൽ ജോലി ചെയ്യുന്നുള്ളൂ, സിസ്റ്റേഴ്സ് ഉൾപ്പെടെ. ഇവിടുത്തെ അവസ്ഥയിൽ മിക്കവരും ഡബിൾ ഷിഫ്റ്റ് അവധി കൂടാതെ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് മൂലം, അതായത് ഇവിടെ ഉള്ളവരും മറ്റു പല രാജ്യക്കാരും ഭയം മൂലമോ ചെറിയ ചെറിയ അസുഖങ്ങൾ മൂലമൊക്കെ സിക്ക് ലീവ് എടുക്കുമ്പോഴും മലയാളികൾ എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. പലരും മാസത്തിൽ ഒരു ദിവസം മാത്രം അവധി എടുത്തും ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് അറിയാം. ശരി ഷീല മാഡം, വളരെ ത്യാഗപൂർവം തന്നെയാണ്, ആവശ്യത്തിന് ലീവുകൾ പോലും എടുക്കാതെ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഷീല മാഡം പറയുന്നത്. ഇനി അയർലൻഡിൽ എങ്ങനെയാണ് നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകർ? എത്രത്തോളം ഒരു റിസ്ക് ഉള്ള, എത്രത്തോളം ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ കടന്നു പോകുന്നത്? അജീഷ് പറയൂ. ഇവിടുത്തെ മലയാളികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ മലയാളികൾ തന്നെയാണ്. നഴ്സുമാരാകട്ടെ, ഡോക്ടർമാരാകട്ടെ, അല്ലെങ്കിൽ മറ്റ്
സാങ്കേതിക പ്രവർത്തകർ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സാങ്കേതിക പ്രവർത്തകരാകട്ടെ, ടെക്നീഷ്യൻസ് ലൈക്ക് എക്സ്റേ, റേഡിയോഗ്രാഫേഴ്സ്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ജീവനക്കാരായ ഫാർമസിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ആരോഗ്യ രംഗത്തെ വിവിധ മേഖലകളിൽ മലയാളികളുടെ സാന്നിധ്യം ഒരുപാടുണ്ട്. കൂടുതൽ നഴ്സുമാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളികളിലെ കൊറോണ സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളികൾക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ എത്ര ആളുകൾ ക്വാറന്റൈനിലാണ് തുടങ്ങിയ കണക്കുകളിലൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നത് ഈ അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളാകട്ടെ, മറ്റ് നഴ്സിംഗ് ഹോമുകളാകട്ടെ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പല മലയാളികൾക്കും കൊറോണ സ്ഥിരീകരിക്കുകയും കുറേ ആളുകളിൽ നിന്ന് രോഗമുക്തി നേടുകയും വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും അതുപോലെ തന്നെ മറ്റ് പല ആളുകളും ക്വാറന്റൈനിൽ കഴിയുകയുമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു ശതമാനം മലയാളികൾക്ക് കൊറോണ കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, വളരെ നിർഭാഗ്യവശാൽ ഒരു മലയാളി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തീർച്ചയായും വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അജീഷ് പറഞ്ഞത്. കോവിഡ് ബാധിച്ച് മലയാളി ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ അയർലൻഡിൽ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ലോകം മുഴുവനുമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകരും ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെല്ലാം അവരെ ആദരിക്കേണ്ട, അവരോട് നന്ദി പറയേണ്ട ഒരു സാഹചര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. നമുക്കിനി സിസ്റ്റർ പ്രഭയിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് പോകാം. ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതിലൂടെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒത്തിരി വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ സിസ്റ്ററിനെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് സിസ്റ്ററിനെ വിളിച്ച് അവരുടെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ പറയുന്നുണ്ടാകും. ചില വിശേഷങ്ങളൊക്കെ നേരത്തെ സിസ്റ്റർ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. സിസ്റ്ററിൻ്റെ ഒരു ഈ ദിവസങ്ങളിലുള്ള മറ്റു വ്യക്തികളും മറ്റ് സിസ്റ്റേഴ്സും നഴ്സുമാരുമായി സിസ്റ്ററിൻ്റെ ഒരു അനുഭവം എന്താണ്? ഇപ്പം ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളെ, സിസ്റ്ററിൻ്റെ പഴയ സ്റ്റുഡൻസിനെ വിളിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഈ ദിവസങ്ങളിൽ അവർ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? എന്താണ് അവർ നൽകുന്ന വിവരങ്ങൾ? തികച്ചും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇത് ഇത്രയും സർവ്വവ്യാപി എന്ന് പറയുന്നത് പോലെ ലോകം മുഴുവനും വ്യാപിച്ചു. വളരെയധികം മരണങ്ങൾ ദിവസവും ഉണ്ടാകുകയാണ്. ഒരു ദിവസമൊക്കെ 2000 പേരും അതിൽ കൂടുതലൊക്കെ അമേരിക്കയിൽ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് വളരെ ഭീതിയും വളരെ വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞു, അവർക്ക് ഒത്തിരി, അവർ കോവിഡ് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും അങ്ങനെ ഒരു പേടിയോട് അയ്യോ എനിക്ക് കോവിഡ് പിടിക്കുമോ അങ്ങനെ ഒരു പേടിയല്ല. അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലണ്ടനിലുള്ള റോസിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവർ വർക്ക് ചെയ്തു, അവരുടെ വാർഡ് കോവിഡ് വാർഡ് അല്ലാതെ ആക്കി, എല്ലാം ശരിയായി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ വാർഡിലുള്ള എല്ലാവർക്കും തന്നെ കോവിഡ് ഉണ്ട്. അപ്പോൾ പലരും അതുപോലെ രോഗികളായി തീർന്നിരിക്കുകയാണ്. എങ്കിലും അവരൊക്കെ വളരെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ, വിശ്വാസത്തിൽ ആഴപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കില്ല. ലണ്ടനിൽ ജോലി ചെയ്യുന്ന ആരോഗ്യമേരി എൻ്റെ സ്റ്റുഡൻ്റാണ്. 2 മാസമായിട്ടുള്ളൂ ആ കുട്ടി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പോയി ലണ്ടനിലേക്ക് ചെന്നു. അവിടെ ജോലി ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവൾ ട്രീറ്റ് ചെയ്ത എല്ലാ പേഷ്യൻസും തന്നെയും കോവിഡ് പോസിറ്റീവാണ്. വാർഡിലുള്ള എല്ലാവരും തന്നെ വാവിട്ട് കരഞ്ഞു എന്നാണ് അവൾ പറഞ്ഞത്. എന്നാൽ അവൾ പറയുകയാണ്, എനിക്കങ്ങനെ ഭയമൊന്നും തോന്നിയില്ല സിസ്റ്ററെ. കാരണം ഈശോയുടെ തിരുരക്തത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ കാപ്പയുടെയും സകല മാലാഖമാരുടെയും എൻ്റെ കാവൽ മാലാഖയുടെയും വിശുദ്ധരുടെയും സംരക്ഷണയിലാണ് ഞാൻ ദിവസവും ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല, ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്തു. പിന്നെ അവൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, രോഗികൾ
പലരും മരിച്ചുപോയി. അവരെയൊക്കെ ആ മരണസമയത്ത് ദൈവത്തിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് സഹായിക്കാൻ പറ്റി. എല്ലാറ്റിലുപരി ദൈവകരുണയിൽ ആശ്രയിച്ച് ദൈവകരുണയുടെ ജപമാല ചൊല്ലി അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു. രോഗികളെ നന്ദി പറഞ്ഞ് സുഖം പ്രാപിച്ചു പോയപ്പോൾ അതും വളരെ സന്തോഷം നൽകുന്നതായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇതേ അനുഭവം തന്നെയാണ് പങ്കുവച്ചത്. ഭയമുണ്ടെങ്കിലും അവർ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും വളർന്നു വന്നു. പ്രത്യേകിച്ച് പറയുക, സങ്കീർത്തനം 91, സങ്കീർത്തനം 24 ഒക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ദിവസവും പോകുന്നത്. എനിക്ക് തോന്നിപ്പോയി, കുട്ടികൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തെക്കുറിച്ചും സങ്കീർത്തനങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ഇന്ന് വളരെ ശക്തിദായകമായ ഒരു സ്രോതസ്സായി മാറിയിരിക്കുക. അത് അവരെ ഇന്ന് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അവരുമായി ഇടപെടുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഒരു പ്രചോദനവും പരിശീലനവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പേര് മരണത്തെ അഭിമുഖീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ആത്മീയമായി ശക്തിപ്പെടുത്താൻ കൂടി നമ്മുടെ നഴ്സുമാർക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു വസ്തുത കൂടിയാണ്. മാത്രമല്ല, ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ലോകം മുഴുവനുമുള്ള ആരോഗ്യ പ്രവർത്തകർ ആദരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളത്തിലായാലും വലിയ മരണങ്ങളിലേക്ക് പോകാതെ കോവിഡ് ബാധ സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തികൾ ചികിത്സയിലൂടെ അവർ രക്ഷപ്പെടുന്നു എന്നുള്ളത് തന്നെ കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കഴിവിനെയും മികവിനെയും അവരുടെ കൃത്യമായ നിരീക്ഷണത്തോടെയുള്ള ശുശ്രൂഷയെയും ചികിത്സയെയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ കോവിഡ് ബാധ ഉണ്ടായിട്ടും കേരളത്തിൽ രക്ഷപ്പെടുന്നത്. അത് നമ്മുടെ കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തമാണ്. അവരുടെ നിസ്വാർത്ഥമായ അക്ഷീണമായ പരിശ്രമത്തിനുള്ള കേരള ജനതയുടെ മുഴുവൻ അംഗീകാരമാണ്. ലോകം മുഴുവൻ കേരള മോഡലിനെ, കേരളത്തിൻ്റെ മാതൃകയെ, ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളെ ആദരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ മലയാളി ആരോഗ്യ പ്രവർത്തകരും ആദരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനായിട്ട് സാധിക്കും. ആദ്യം UK നിന്നുള്ള ബിൻസി സാബുവിലേക്ക് നമുക്ക് പോകാം. ബിൻസി സാബു, ഏത് രീതിയിലാണ് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് അവിടെയുള്ള വ്യക്തികളും അവിടെയുള്ള ജനങ്ങളും നിങ്ങളോടുള്ള ഒരു സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? അതെ, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലായിടത്തുനിന്നും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന് വേണ്ടിയിട്ട്. അതുപോലെ മാനേജ്മെൻറ്റ്, ഹെൽത്ത് ബോർഡ്, ഗവൺമെൻറ് പോളിസികൾ പോലും അപ്പോൾ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അവർ എല്ലാത്തിനും ആപ്പുകളുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അതിന് പ്രിപ്പയറായിട്ട് ജോലിക്ക് തന്നെ പോകാം. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ എത്ര പേഷ്യൻ്റ് എവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വരെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കും. അതുപോലെ എല്ലാ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും നമ്മൾക്ക് വേണ്ടി ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന് വേണ്ടി പ്രത്യേകം സ്പെസിഫിക് ടൈം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പോകാം. അതുപോലെ ഹോസ്പിറ്റലിലായാലും സ്റ്റാഫിന് എല്ലാ ഫുഡുകൾ, ഓരോ സമയത്ത് ഫുഡുകൾ അത് ഡൊണേഷൻ വഴി ഇഷ്ടംപോലെ ഫുഡുകൾ വരുന്നു 24/7. അതുപോലെ പിന്നെ നമുക്ക് ഹോട്ട് ഫുഡ് വേണമെങ്കിൽ അതും വെരി ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ എല്ലാത്തിനും നമുക്ക് അവിടെ നിന്ന് ഷവർ എടുത്ത് പോരണമെങ്കിൽ അതിനുള്ള സോപ്പും പേസ്റ്റും എല്ലാവിധ ടോയ്ലറ്ററീസും എല്ലാതും നമ്മൾക്ക് അവർ ചെയ്തു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടുള്ള ഒരു സ്നേഹം വളരെയധികം നല്ല രീതിയിൽ തന്നെ UK പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവരും കേരളത്തിലെ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും ഇത്തരത്തിലുള്ള കുറേ കൂടി തുറന്ന പ്രകടമായ ഒരു സ്നേഹം ഒരുപക്ഷെ ലോക്ക്ഡൗണൊക്കെ തീരുന്നതോടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പൊതുവേദിയിൽ ആദരിക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി ഋഷിനിലേക്ക്. ഋഷിൻ, എന്താണ് ഋഷിന് പറയാനുള്ളത്? അവിടെ ദുബായിലുള്ള നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകർ, പൊതുവെ ആരോഗ്യ പ്രവർത്തകർ, പക്ഷേ നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകരോടുള്ള ഒരു സ്നേഹവും ഒരു പരിഗണനയും ഈ ദിവസങ്ങളിൽ അവരുടെ ത്യാഗപൂർവമായ സേവനത്തിനുള്ള ഒരു നന്ദിയും ഒക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലെ തന്നെ UAE അല്ലെങ്കിൽ ദുബായിൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണത്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ഇപ്പോൾ ഒരു ഇൻകം എന്നുള്ളതിനപ്പുറത്ത് ഈ ഇത്തരത്തിൽ രോഗബാധിതരായിട്ടുള്ള എല്ലാവരെയും ചികിത്സയ്ക്കായിട്ടും അല്ലെങ്കിൽ അവരെ പരിചരിക്കാനുമായിട്ടും മുന്നോട്ട് വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഔട്ട്ഫീൽഡ് ഹോസ്പിറ്റലുകൾ കൺസ്ട്രക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഹോട്ടലുകൾ കൺവേർട്ട് ചെയ്ത് ഹോസ്പിറ്റലുകളാക്കാനും അത്തരത്തിലുള്ള ഐസൊലേഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ രോഗികളെ അവിടെ പരിചരിക്കാനുമായിട്ടും അങ്ങനെ ഒരുപാട് നൂതന ആശയങ്ങളുമായിട്ട് ഇവർ ഏറെ മുന്നോട്ട് വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരെ നഷ്ടമാകുന്നൊരു അല്ലെങ്കിൽ അവരെല്ലാം ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. പേപ്പറുകളിലായാലും മീഡിയകളിലായാലും കാണുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ദുബായിൽ അല്ലെങ്കിൽ UAE വളരെ കുറവാണ്. അതിവിടുത്തെ മുതിർന്ന നേതാക്കന്മാരുടെയും അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെയും വലിയൊരു സഹായത്തോടു കൂടിയിട്ടുള്ള നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നല്ലോണം പ്രൊവൈഡ് ചെയ്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുത്തുകൊണ്ടും തന്നെയാണ് നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ കാത്തു സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ശരി ഋഷിൻ, ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ അല്ലെങ്കിൽ UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഋഷിൻ പറഞ്ഞത്. വീണ്ടും നമുക്ക് നീനുവിലേക്ക് പോകാം. നീനു തോമസ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നീനു തോമസിന് എന്താണ് പറയാനുള്ളത്? അവിടെ നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകരെ ഏത് രീതിയിലാണ് അവിടുത്തെ ജനത അവരുടെ സ്നേഹം കൊണ്ടും അവരുടെ ആദരവ് കൊണ്ടും മലയാളി ആരോഗ്യ പ്രവർത്തകരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനോട് എല്ലാവർക്കും ഇപ്പോഴൊരു സ്നേഹവും ആദരവും കുറച്ച് കൂടിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ടൈം നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിക്കലോ തിരക്കോ അങ്ങനെ ഒന്നും കൂടാതെ നമുക്കിപ്പോൾ ഒരു 8 മണി തൊട്ട് 10 മണി വരെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം ഓരോ ഷോപ്പിംഗ് സെൻറ്റേഴ്സിലും നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു സഹായമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോഫി ഷോപ്സ്, മിക്കവാറും കോഫി ഷോപ്സുകൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് കോഫി ഫ്രീ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡേ കെയർ ഫ്രീ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഡേ കെയർ നമുക്ക് അധികം പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ മിക്കവാറും ഡേ കെയറുകൾ കുഞ്ഞുങ്ങളെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നഴ്സുമാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തരുന്ന ഒരു ഗവൺമെൻറ്റാണ് ഓസ്ട്രേലിയയിലുള്ളത്. അതും എല്ലാം നമുക്ക് ഒരുപാട് മാനസിക ധൈര്യം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ശരി നീനു, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സേവനത്തിൻ്റെ മഹാത്മ്യവും മഹിമയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറുന്നു. ഒപ്പം അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സും സംഘടനകളും ഒക്കെ തന്നെ ഈ ഒരു ആദരവ് അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ അവരുടെ സർവീസ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും അതേസമയം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ അവരോടുള്ള സ്നേഹം അവിടെ പ്രകടമാക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് സ്വിറ്റ്സർലൻഡിലെ വിവരങ്ങൾ ജോമോൻ സൈമണിനോട് ചോദിച്ചറിയാം. അദ്ദേഹം നേരത്തെ ചില സൂചനകൾ നമുക്ക് നൽകുകയുണ്ടായി. എങ്കിലും എങ്ങനെയാണ് ഒരിക്കൽ കൂടി ആരോഗ്യ പ്രവർത്തകരോടുള്ള ഒരു സ്നേഹം സ്വിറ്റ്സർലൻഡിലെ ജനം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സേവനങ്ങളെ ധീരമായി കണ്ടുകൊണ്ട് അവരോട് കൂറ് പ്രഖ്യാപിച്ച് മറ്റു മേഖലയിലുള്ളവർ ഓരോ ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർക്കും ഫ്രീ ആയി വൈൻ, ആപ്പിൾ, ഓറഞ്ച്, ചോക്ലേറ്റ്സ്, ഓർക്കിഡ്സ്,
മറ്റു പൂക്കൾ സ്പോൺസർ ചെയ്തുകൊണ്ട് അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ഇവിടുത്തെ മലയാളി സംഘടനകളും മലയാളിയായ അംബാസിഡർ മിസ്റ്റർ സിബിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി വളരെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിശുദ്ധ മാതൃകകളെ അനുകരിക്കുന്നവരായി തന്നെ വേണം നമുക്ക് ഇന്ന് നഴ്സുമാരെ കാണാനും അവരെ ആദരിക്കാനും എന്നുള്ള ഒരു അഭിപ്രായമാണ് ജോമോൻ സൈമൺ പങ്കുവച്ചത്. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ഷീല മാഡത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്, ഇറ്റലിയിലേക്ക്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ? അവിടെയുള്ള ഒരു മലയാളി ആരോഗ്യ പ്രവർത്തകർ ഏത് രീതിയിലാണ് ആദരിക്കപ്പെടുന്നത്? ഞാൻ ജോലി ചെയ്യുന്ന അതുപോലെ വേറെ ക്ലിനിക്കുകളിലാണെങ്കിലും ജോലി ചെയ്യുന്ന നഴ്സസ് മൂലം അറിയുന്നതാണ്. അതായത് അവിടെ അവരുടെ പേരൻസിനെ വിസിറ്റേഴ്സ് ചെയ്യാൻ വരുന്ന റിലേറ്റീവ്സ് അവര് പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരാറ് ഉണ്ട്. അങ്ങനെ അവരുടെ നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഗവൺമെന്റ്, പ്രോവിൻസ്, പഞ്ചായത്ത് എല്ലാം വളരെ ഓർഗനൈസ്ഡും സപ്പോർട്ടീവും സ്ട്രിക്റ്റുമാണ്. ഫ്രീ ആയിട്ട് അവർ വീടുകൾ തോറും അത് പിന്നെ ഫാർമസി വഴി സൂപ്പർ മാർക്കറ്റ് വഴിയൊക്കെ മാസ്കുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ കോവിഡ് കാലത്ത് ബോധവൽക്കരണത്തിനായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കൂടെ അനൗൺസ് ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നമുക്ക് കാണാം സാർ. ശരി ഷീല മാഡം, നമുക്കിനി ഐറിഷ് ജനത എങ്ങനെയാണ് വളരെ ത്യാഗപൂർവ്വമുള്ള നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അജീഷ് പറയൂ, അജീഷിന് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? തീർച്ചയായും നമുക്കിവിടെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നാകട്ടെ, ഐറിഷ് ജനതയുടെ ഭാഗത്തു നിന്നാകട്ടെ വളരെ അകമഴിഞ്ഞ പിന്തുണയാണ്, വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അവരുടെ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ഊർജ്ജവും തരുന്നത്. കാരണം ഇവിടുത്തെ സർക്കാരുകൾ നമുക്ക് പല ആനുകൂല്യങ്ങൾ തരികയും ഇൻസെൻറ്റീവുകൾ തരികയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമായ ആംബർലി നഴ്സിംഗ് ഹോം എന്നാണ് എൻ്റെ പേര്, അതാവട്ടെ, അവിടുത്തെ മാനേജ്മെൻ്റ് ആവട്ടെ, അങ്ങനെയുള്ള പലരും നമ്മളെ പല രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. താമസ സൗകര്യമില്ലാത്ത ആളുകൾക്ക് അവർ താമസ സൗകര്യം കൊടുക്കുന്നുണ്ട്, താൽക്കാലികമായിട്ടാണെങ്കിലും താമസ സൗകര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളാവട്ടെ അവരെല്ലാവരും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും അവർ തരുന്നുണ്ട്. ഫ്രണ്ട് ലൈൻ ഹീറോസ് എന്നാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പം അത് അങ്ങനെ കേൾക്കുന്നതും എല്ലാം വളരെയധികം സന്തോഷമാണ്. മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഊർജ്ജമാണ്. ഇങ്ങനെയുള്ള ഇവരുടെ പിന്തുണ, ഈ സർക്കാരിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെ മേലധികാരികളുടെയും എല്ലാം പിന്തുണയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം. ഈ ഊർജ്ജം കൊണ്ട് ഞങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വിശ്വസിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരി അജീഷ്, വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ മലയാളി ആരോഗ്യ പ്രവർത്തകർ നല്ല രീതിയിൽ അവിടെ ആദരിക്കപ്പെടുന്നു എന്നതിൽ. വളരെ സന്തോഷം ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതിനെ. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു സമയത്ത് കാസർഗോഡായിരുന്നു കേരളത്തിൻ്റെ വലിയ ഹോട്ട്സ്പോട്ടായി മാറിയത്. വലിയ ഒരു ഭയവും ആധിയുമൊക്കെ കേരള ജനതയിൽ ഉണ്ടാക്കിയ ഒരു സമയമുണ്ടായിരുന്നു. 89 പേർ കാസർഗോട്ടെ ജനറൽ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും മരണപ്പെടാതെ 89 പേരും രോഗബാധയിൽ നിന്നും വിട്ടൊഴിഞ്ഞ് സുഖം പ്രാപിച്ച് രോഗമുക്തി നേടി തിരിച്ചുപോയി എന്നുള്ള സത്യം ഒരു വാർത്തയായി നമ്മിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നന്ദിയോടെ കരങ്ങളടിച്ച് അഭിനന്ദിച്ചത് കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെയാണ്. കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കഴിവും മികവും ആത്മാർത്ഥതയുമുള്ള ആരോഗ്യ പ്രവർത്തകരെ നാം ബഹുമാനിക്കണം, ആദരിക്കണം, അവരോട് നമുക്ക് നന്ദി പറയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറുമൊക്കെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അവർക്ക് പിന്നിൽ അർപ്പണബോധത്തോടെ അണിനിരക്കുന്ന ഒരു വലിയ സമൂഹം ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് കാണാനും തിരിച്ചറിയാനും അനുമോദിക്കാനും കൂടി നാം ഈ സമയം മാറ്റിവെക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ മലയാളികളായ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ആദരിക്കാനും അവരോട് നന്ദി പറയാനുമൊക്കെ ഈ ഒരു സമയം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. UK നിന്നും ബിൻസി സാബു,
കാനഡയിൽ നിന്നും ലിജേഷ് പുതുശ്ശേരി ജോസഫ്, ഓസ്ട്രേലിയയിൽ നിന്നും നീനു തോമസ്, ദുബായിൽ നിന്നും റിഷിൻ തോമസ്, അദ്ദേഹം ഡ്യൂട്ടിക്കിടയിലാണ് പങ്കെടുത്തത്. കുവൈറ്റിൽ നിന്നും ടിജോ ടോമി, അയർലൻഡിൽ നിന്നും അജീഷ് തോമസ്, ഇറ്റലിയിൽ നിന്നും ഷീല, സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോമോൻ സൈമൺ, എല്ലാവരും തന്നെ നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ളവരായിരുന്നു. ഇവരോടൊപ്പം ചേർന്നത് ആലുവ കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രഭ ഗ്രേസ് CMC നമ്മോടൊപ്പം ചേർന്ന് വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചു. തീർച്ചയായും ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്ന എല്ലാവർക്കും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഷെക്കേന ടെലിവിഷൻ്റെ ഈ ഒരു ചർച്ചാ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. ഇതോടെ വിദേശ മണ്ണിലെ മുന്നണി പോരാളികൾ എന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.